ഹലോ, നമസ്കാരം. കർത്താവിൻ്റെ വചനം പറയാട്ടോ. ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ കേട്ട് ആൾക്കാർ പേടിച്ച് വിറച്ചിരിക്കില്ലേ? ഞാനൊക്കെ പേടിച്ചിട്ടുണ്ട് ആദ്യം. അപ്പോൾ അങ്ങനെയൊക്കെ പേടിച്ച് വിറയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണത്. ഈ വചനം ഏറ്റു പറയാം. യോഹന്നാൻ 4:4. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ള ദുഷ്ടാരൂപിയേക്കാൾ ശക്തനായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവെ എന്നിൽ ജ്വലിക്കണമേ. സംഖ്യ 23:23. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ലൂക്ക 10:19. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. മാർക്കോസ് 16:17-18. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. ഇനി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, ആശ്വാസം ലഭിക്കും. പിന്നെ സങ്കീർത്തനം 91, അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. 91 സങ്കീർത്തനം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാം. ചൊല്ലണോ? 91 കുറച്ച് ചൊല്ലണം. 1:7. അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ഇത് 91 സങ്കീർത്തനാണ്. ബൈബിളിലത്തെ അത്യുന്നതൻ്റെ സംരക്ഷണം അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ അത്യുന്നതൻ്റെ സംരക്ഷണം തന്നെ കിട്ടും കേട്ടോ. 91 സങ്കീർത്തനം വിശ്വാസത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ അതിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ 91 സങ്കീർത്തനം ചൊല്ലുമായിരുന്നു. അപ്പോൾ അനിയത്തിയൊക്കെ ആയിട്ടൊരു ടൂറ് പോയി. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ, വരന്തരപ്പള്ളി, അവിടുത്തെ അതിരപ്പള്ളി, അവിടെ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ കാറ്റ് വീശുണ്ടായിരുന്നു ഉച്ച സമയത്ത്. അപ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റ്, ഇവരൊക്കെ ഈ വെള്ളത്തിലേക്ക് പോയാലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് പ്രെയർ ചെയ്യാം, ഇവരെന്നെ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നത്. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നു. ഒരു സ്കൂളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് വന്നു. അവിടെയൊക്കെ വഴി തടഞ്ഞു, വഴി ഇങ്ങനെ ബൈക്കൊന്നും പോകാൻ പറ്റാത്ത വിധത്തിൽ മരങ്ങൾ വീണ് കിടക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കൂടി പോകുമ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിലെ മരങ്ങളും വീണിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെയും ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മരം പോലും വീണിട്ടില്ല. എന്തൊരു സംരക്ഷണം! അത്യുന്നതൻ്റെ 91 സങ്കീർത്തനം മറക്കല്ലേ. താങ്ക് യു ജീസസ്, ലവ് യു.